Good morning, all. News service നോക്കിയോ എല്ലാവരും? നമ്മൾ ഹോസ്പിറ്റൽ വാർഡ് കഴിഞ്ഞു. നെക്സ്റ്റ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? മിസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പരിക്കുകളോ പറ്റി അല്ലെ, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ട്രോമ അല്ലെ, വലിയ ആഘാതങ്ങൾ പറ്റുക. അതല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും പേഷ്യൻസിന് ഏതെങ്കിലും ഒരു രോഗിക്ക് എമർജൻസി ആയിട്ടുള്ള ചികിത്സ ആവശ്യമായിട്ട് വരുമ്പോൾ എന്താണ്, അവർക്ക് വേണ്ട വിലയിരുത്തലും ട്രീറ്റ്മെന്റുകളും നടത്തുന്ന അല്ലെ, അവരെ ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്ത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് അവിടെ കൊണ്ടുവരുന്നത്? ഇതെന്താണ്, 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായിരിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും നമുക്ക് സേവനം ലഭ്യമായിരിക്കും. നെക്സ്റ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഏതൊക്കെ പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത്? കോൺഷ്യസ്നെസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, എന്താണ്, ബോധം നഷ്ടപ്പെടുക അല്ലെ, നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റുകൾ സംഭവിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഉള്ള ആളുകളെ. പിന്നെ എന്താണ്, കൺഫ്യൂഷൻസ് അല്ലെ, നമുക്ക് അറിയാം എന്താണ്, ചിലപ്പോ നമുക്ക് സോഡിയം കുറയുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് വരും, ആശയക്കുഴപ്പത്തിൽ അല്ലെ, നമുക്ക് ബോധം നഷ്ടപ്പെടാറില്ലേ? വീഴ്ചകൾ സംഭവിക്കുമ്പോ വരാറുണ്ട് അല്ലെ, ആഘാതങ്ങൾ സംഭവിക്കുമ്പോൾ വീഴ്ചകൾ സംഭവിക്കുമ്പോഴൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ്. പിന്നെ എന്താണ്, നമുക്ക് അസഹ്യമായിട്ടുള്ള വയറുവേദനയോ അല്ലെങ്കിൽ നെഞ്ചുവേദന, ചെസ്റ്റ് പെയിനോ അനുഭവപ്പെടുന്നവർക്ക് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെ. പിന്നെ സ്ട്രോക്ക് വരുന്നവര്, പിന്നെ എന്താണ്, നമുക്ക് ശ്വസിക്കാനായിട്ട് ഡിഫിക്കൽറ്റി, എന്താണ് ഡിഫിക്കൽറ്റി, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരുന്നത് അല്ലെ, നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിനൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഇനിയും പറയാലോ, ഒരുപാട് ആളുകളെ പറയാം അല്ലെ. ഇല്ലേ, പോയിസണിങ്, സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടത്തുന്നവര്, അവരൊക്കെ അങ്ങോട്ടാ കൊണ്ടുവരുന്നത്. പിന്നെ വാക്തർക്കങ്ങൾ, അടിപിടി കേസുകൾ വരുമ്പോൾ അല്ലെ, അപ്പൊ അവരൊക്കെ നമ്മ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോകുന്നത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അല്ലെ. നെക്സ്റ്റ്, നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ED ആൻഡ് എമർജൻസി റൂം. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം കൺഫ്യൂസ് എടുത്താണ്, ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നുണ്ടോ. നെക്സ്റ്റ്, ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില് കാഷ്വാലിറ്റി കണ്ടിട്ടില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ കണ്ടിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ്, നമുക്ക് പുറമേ നിന്ന്, നമുക്കൊരു നമ്മുടെ റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പാകത്തിലായിരിക്കും അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ പോലെയാണോ? വെൽ മാർക്കഡ് ആയിരിക്കും അല്ലെ, വെൽ മാർക്കഡ്. പിന്നെ എന്താണ്, പ്രോപ്പർ ലൈറ്റിംഗ്, സൈനുകളോട് കൂടിയതായിരിക്കും അല്ലെ. എന്താണ്, വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ ആയ രീതിയിലായിരിക്കണം അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആണോ അല്ലേ? പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ തക്ക രീതിയിലായിരിക്കണം അല്ലെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കൺസ്ട്രക്ഷൻസ്. പിന്നെ കൂടാതെ എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കണ്ടിട്ട് റെഡ് കളറിലൊക്കെ ആയിരിക്കും അല്ലെ, കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും, കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് റെഡ് കളറിലൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ?
ആലോചിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുക, ആ ഒരു കളറ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? നോക്കിയേ, ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ, താഴത്തെ നിലയിലായിരിക്കും. സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ് അല്ലെ. നമ്മുടെ മെയിൻ എൻട്രൻസ് തന്നെ ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് ആയിരിക്കും? അല്ല അല്ലെ, അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും അല്ലെ, എമർജൻസി എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, സെപ്പറേറ്റ് എൻട്രൻസ് അല്ലേ. നമുക്ക് നേരിട്ട് അല്ലെ കാഷ്വാലിറ്റിയിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എൻട്രൻസ് ആയിരിക്കും അല്ലെ, ആണോ? അപ്പൊ എന്താണ് സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ്. എന്താണ് സെപ്പറേറ്റ് എൻട്രൻസ് അല്ലെങ്കിൽ മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി ഒരു എമർജൻസി എൻട്രൻസ് തന്നെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ അല്ലെ. എന്താണ് ചില പേഷ്യൻസിനെ ആംബുലൻസിലൊക്കെ ആയിരിക്കും അല്ലെ കൊണ്ടുവരുന്നത്, അവരെ എന്താണ് ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ തന്നെ ആംബുലൻസ് നിർത്താൻ സൗകര്യം വേണ്ടേ, പാർക്ക് ചെയ്യാൻ നിർത്തിയിട്ട് അതിൽ നിന്ന് പേഷ്യൻസിനെ നേരിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണം അല്ലെ, ആണോ? അപ്പൊ എന്താണ് ആംബുലൻസ് ഏരിയ പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ് വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ്. എന്താണ് എമർജൻസി എൻട്രൻസ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് വെൽ മാർക്കഡ് അല്ലെ, നല്ല രീതിയിൽ മാർക്കം ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രോപ്പർ ലൈറ്റിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കൂടാതെ എന്താണ് സൈൻ ഉണ്ടായിരിക്കും അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ടാണ്. കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില് നമ്മ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ എമർജൻസി എൻട്രൻസിന്റെ ഒക്കെ ആ ഒരു സൈൻ ബോർഡുകൾ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് ആരോ മാർക്കൊക്കെ കാണിച്ച്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈനുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഈസിലി വിസിബിൾ ആൻഡ് അക്സസിബിൾ ഫ്രം ദ സ്ട്രീറ്റ് അല്ലെ. എന്താണ് സ്ട്രീറ്റിൽ നിന്ന് അല്ലെ, അതായത് നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ വിസിബിൾ ആയ രീതിയിലായിരിക്കും അല്ലെ എമർജൻസി എൻട്രൻസ് അല്ലേ. മിക്ക ഹോസ്പിറ്റലിന്റെ എമർജൻസി എൻട്രൻസ് അങ്ങനെയല്ലേ, നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അല്ലെ, റെഡ് കളറിൽ എഴുതി വെച്ചിരിക്കുന്ന എമർജൻസി എൻട്രൻസ് എന്നും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് കാണാൻ തക്ക രീതിയിലുള്ള വിസിബിൾ ആയിട്ടുള്ള അക്സസിബിൾ ആയി ലഭ്യമായ, അതായത് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലായിരിക്കും ആ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് എവിടെയാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ എന്താണ് ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, റേഡിയോളജി ലബോറട്ടറി, റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം അല്ലെ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്, ഗുരുതരാവസ്ഥയിൽ അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായ പേഷ്യന്റ് ആയിരിക്കും അല്ലെ, ആണോ? ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഉള്ളവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അവർക്ക് സ്കാനിങ് ചെയ്യണം. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് എമർജൻസി ആയിട്ട് സ്കാനിങ് ചെയ്യണം. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് ദൂരെയാണെങ്കിൽ അത്രയും ടൈം പോവാണ് അല്ലെ, വേസ്റ്റ് ആയി പോകുകയാണോ, നഷ്ടം വരെയാണ് അല്ലെ. പേഷ്യന്റിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, എക്സ്റേ സ്കാനിങ്ങിനൊക്കെ വിധേയമാക്കി പിന്നെ കൊണ്ടുവരണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ക്രിട്ടിക്കൽ ടൈമും ഓപ്പറേഷണൽ കോസ്റ്റും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ റേഡിയോളജി ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എവിടെയായിരിക്കണം, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് അടുത്തു തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് അടുത്ത് തന്നെ എലിവേറ്റേഴ്സും ഉണ്ടായിരിക്കും. ാണോ? എന്താണ്
ഇന്ന് ആർക്കും ഒരു ഉഷാറില്ലല്ലോ, ഒരു റെസ്പോണ്ട് ഇല്ലല്ലോ. ഇത് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ബോറായോ, മതിയായോ? ഇതൊക്കെയാണോ ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. എന്താണ് നമ്മുടെ മെയിൻ എൻട്രൻസ് അല്ലാതെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് സെപ്പറേറ്റ് അല്ലെ, അതിന് മാത്രമായിട്ട് ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. കൂടാതെ നമുക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുവന്നവർക്ക് അല്ലെ മനസ്സിലാകുന്നതിന് വേണ്ടി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ശരിയായ രീതിയിൽ വെൽ മാർക്ക്ഡ്, പിന്നെന്താണ് പ്രോപ്പർ ലൈറ്റിംഗ് സൈൻ ബോർഡോടി ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് അല്ലെ റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന രീതിയിൽ വിസിബിൾ ആയിട്ട് നമുക്ക് ഈസിലി കാണുന്ന രീതിയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ആ ഒരു ക്രിട്ടിക്കൽ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, കൂടാതെ എലിവേറ്റേഴ്സും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും അടുത്ത് തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് കേട്ടിട്ടില്ലേ? ഇപ്പൊ പേഷ്യന്റിനെ നമുക്ക് റെസൂസിറ്റേഷൻ അല്ലെ, CPR പ്രാഥമിക ചികിത്സകളൊക്കെ കൊടുത്ത് അവരെ നേരെ സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അവരെ വാർഡിലേക്ക് റൂമുകളിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ICUയിലൊക്കെ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മ അവരെങ്ങനെയാണ് സ്ട്രക്ചറിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വീൽ ചെയേഴ്സിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ അവരെ നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ട് എലിവേറ്റേഴ്സ് ഒക്കെ എവിടെ എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് അടുത്ത് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലെ? ലിഫ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ എങ്ങനെയാണ്? Entrance to the emergency department should be sheltered to protect ambulance patients from the weather while unloading. എന്താണ് നമ്മ ഒരു പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അല്ലെ, അൺലോഡിങ്, അതായത് ആ പേഷ്യന്റിനെ അവരെ ആംബുലൻസിൽ നിന്ന് നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇറക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് വെതറിൽ നിന്നുള്ള അല്ലെ, കാലാവസ്ഥയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വരാലോ. അപ്പൊ മഴയാണ് അല്ലെങ്കിൽ ചൂടാണ് അല്ലെ, അപ്പൊ അത് സംരക്ഷിക്കുന്നതിന് ഉള്ള എന്താണ് ഒരു സൗകര്യം അങ്ങനെയുള്ള രീതിയിലായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ്. ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിനെ അൺലോഡ്, അതായത് അവിടെ ഇറക്കുന്ന സമയത്ത് രോഗികളെ കാലാവസ്ഥയിൽ നിന്ന് അല്ലെ എന്താണ് വെതറിൽ നിന്ന് സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് അല്ലെ. ഇപ്പൊ മഴ പെയ്യാണ്, ഇപ്പൊ ഒരു പേഷ്യൻസിനെ ആംബുലൻസിൽ നിന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കിയാണെങ്കിൽ അവരെ നേരിട്ട് ആ ഒരു മഴ ഏൽക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുകൾ ഭാഗം അതിന് പറ്റിയ രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ, പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതാണ് പറയുന്നതാണ് നമ്മൾ ആംബുലൻസിൽ നിന്ന് രോഗികളെ ഇറക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ചൂട് അല്ലെ സഹിക്കാൻ പറ്റുന്നുണ്ടോ? ചില സമയത്ത് സിറ്റുവേഷനിൽ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ആ ചൂടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മഴയിൽ നിന്ന് അവരെ സംരക്ഷിക്കണം അല്ലെ, അവരെ മേത്തേൽക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇല്ല. ശ്രദ്ധിക്കാത്തവർ ഇനി ചെല്ലുമ്പോ ഒന്ന് നോക്കുക കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടോ അല്ലെ.
അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ എന്താണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ അല്ലെ? വേറെ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അഡ്വക്കേറ്റ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർസ് ഓഫ് പേഷ്യൻസ് അല്ലെ? എന്താണ്, എല്ലാ പേഷ്യൻസിനെയും നമ്മൾ ആംബുലൻസിലായിരിക്കോ കൊണ്ടുവരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അല്ല അല്ലെ? അവരെ പ്രൈവറ്റ് വെഹിക്കിൾസിലും കൊണ്ടുവരാം അല്ലെ? അവരെ കാർസിലും കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുള്ള കാർസുകളും ആംബുലൻസും പാർക്ക് ചെയ്യാനുള്ള അഡ്വക്കേറ്റിൽ ആവശ്യമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? അഡ്വക്കേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചർ അല്ലെ? നമുക്ക് കണ്ടിട്ടുണ്ട് എന്താണ്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ സ്ട്രക്ചർ ഇടാനും വീൽ ചെയേഴ്സ് ഇടാനുള്ള സ്പേസ് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ്, സ്ട്രക്ചർ ഇടാനും വീൽ ചെയേഴ്സ് ഒക്കെ ഇടാനുള്ള ഒരു സ്പേസ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് റാംസ് ഫോർ വീൽ ചെയേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റൈസ്ഡ് പ്ലാറ്റ്ഫോം അല്ലെ? നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് വീൽ ചെയേഴ്സ് കയറ്റാൻ പറ്റുമോ? ആംബുലൻസ് നമ്മുടെ എൻട്രൻസ്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് സ്റ്റെപ്പുകളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വീൽ ചെയേഴ്സ് കയറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്ട്രക്ചർ കയറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്തുണ്ട്, അവിടെ ഉയർത്തിയ സ്ലോപ്പ് പോലെ ഉയർത്തിയ ഒരു പ്ലാറ്റ്ഫോം കണ്ടിട്ടില്ലേ നിങ്ങൾ? റൈസ്ഡ് പ്ലാറ്റ്ഫോം, ഇങ്ങനെ സ്ലോപ്പ് രീതിയിൽ നമുക്ക് അതിൽ കൂടി കയറ്റാം അല്ലെ? അപ്പൊ എന്താണ്, അങ്ങനെയുള്ള വീൽ ചെയേഴ്സിനും പെഡസ്ട്രിയൻസിനും കയറാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എന്താണ് റാംസുകൾ ഉണ്ടായിരിക്കണം, ഉയർത്തിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ് അല്ലെ? എന്താണ്, നമ്മ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മേജർ സ്പേസുകൾ അല്ലെ? പ്രധാനപ്പെട്ട സ്ഥലങ്ങള്, സ്പേസുകൾ, ഏരിയാസ് ഏതെല്ലാമാണ്? അപ്പൊ ഫസ്റ്റ് നോക്കിയേ, രണ്ട് തരത്തിലുള്ള ഏരിയ, അതർ ഏരിയാസ് ഉണ്ട്, ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് കേട്ടോ. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയാസ് ഉണ്ട്, മറ്റു പ്രവർത്തനങ്ങൾ അതർ ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയാസിൽ ഉൾപ്പെടുന്നത് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസിൽ. എന്താണ്, ആംബുലൻസിൽ വരുന്നവർക്കും അല്ലെ, അതല്ലെങ്കിൽ ആംബുലേറ്ററി അതല്ലാണ്ട് അവിടുത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ഔട്ട് പേഷ്യൻസ് പോലെ ജസ്റ്റ് ഔട്ട് പേഷ്യന്റിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സർവീസുകൾക്ക് വേണ്ടി വരുന്ന ആളുകളില്ലേ, അതിനു വേണ്ട ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും അല്ലെ? നമ്മ പറഞ്ഞ പോലെ എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ് അല്ലെ? മെയിൻ എൻട്രൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ്. ക്ലിയർ ആയോ? ആംബുലൻസിൽ വരുന്ന ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്, ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനും അതല്ല മറ്റു വെഹിക്കിൾസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനും കയറാനുള്ള ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും എന്താണ്, ഒന്ന് തന്നെയാണ് അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ? ആണോ? ഒന്ന് തന്നെയാണ് അല്ലെ? ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയാലും ആംബുലേറ്ററി എൻട്രൻസ് ആയാലും ജസ്റ്റ് സ്വന്തം വെഹിക്കിൾസിൽ അങ്ങനെ വരുന്ന ആളുകളാണെങ്കിലും നമ്മ ഒരു എൻട്രൻസിലെ കൂടി തന്നെയല്ലേ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? ആണോ? ക്ലിയർ ആയില്ലേ? ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻട്രൻസ്, ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എന്താ, റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. എന്താണ് റിസപ്ഷൻ അല്ലെ? പേഷ്യൻസിനെ കൊണ്ടുവന്ന് അവരെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫർദർ ആയിട്ട് അവരെന്താണ് പേഷ്യന്റിന്റെ ഫാമിലിയെ കൊണ്ട് അല്ലെങ്കിൽ പേഷ്യൻസ് റിലേറ്റീവ്സിനെ കൊണ്ട് അല്ലെങ്കിൽ കൂടെ വന്നിരിക്കുന്ന ബൈസ്റ്റാൻഡറെ കൊണ്ട് എന്ത് ചെയ്യിക്കും, റിസപ്ഷനിന്ന് രജിസ്ട്രേഷൻ നടത്തിക്കില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് റിസപ്ഷൻ ഉണ്ടായിരിക്കും. കൂടാതെ ട്രയേജ്, ട്രയേജ് എന്ന് പറയുന്നത് ഇപ്പൊ മിസ് പറഞ്ഞുതരാം. നമുക്കറിയാം ഹോസ്പിറ്റലില് പല ആംബുലൻസ് കാഷ്വാലിറ്റിയിലേക്ക് പലതരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ? ഗുരുതരമായ അവസ്ഥയുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? ഗുരുതരമായിട്ടുള്ള അവസ്ഥ ചിലർക്ക്, ഇപ്പൊ മിസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബസ് ആക്സിഡന്റ് പറ്റി, ഒരു ബസ്സിന് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ?
ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതില് കുറച്ച് പേർക്ക് എന്തായിരിക്കും, ഗുരുതരമായിട്ടുള്ള പരിക്കുകളായിരിക്കാം അല്ലെ. ബാക്കി രണ്ടാമത്തെ വിഭാഗത്തിൽ എങ്ങനെയായിരിക്കും, അധികം ഗുരുതരമല്ല എന്നാലും മേജർ ആയിട്ടുള്ള പരിക്കുകളായിരിക്കും. മൂന്നാമത്തെ വിഭാഗം എന്തായിരിക്കും, മൈനർ ആയിട്ടുള്ള പരിക്കുകൾ പറ്റിയവരുണ്ടാവും അല്ലെ, ചെറിയ ചെറിയ മുറിവുകൾ അല്ലെ, ചെറിയ പൊട്ടല് അങ്ങനെയുള്ള പറ്റിയവരുണ്ടാവുമല്ലോ. അപ്പൊ എത്ര അവരെങ്ങനെയാ, അപ്പൊ നമ്മ ആ ഒരു ബസ്സിൽ ആളുകൾ തന്നെ എത്രയായി തിരിച്ചു, 3 വിഭാഗങ്ങളായി അല്ലെ, പരിക്കുകളുടെ അടിസ്ഥാനത്തില് 3 വിഭാഗങ്ങളായി തിരിച്ചില്ലേ. മേജർ ആയിട്ടുള്ള അക്യൂട്ട് കണ്ടീഷനിലുള്ളവര് അല്ലെ, ഗുരുതരമായിട്ടുള്ള ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ളവര്, അതിലും മേജർ ആയിട്ടുള്ള അതിലും കുറവ്, ചെറിയ കുറച്ചും കൂടി കുറവുള്ള പേഷ്യൻസ് അല്ലെ, എന്താണ് ഫ്രാക്ചേഴ്സ്, മിസ് പറഞ്ഞുതരാം ഫ്രാക്ചേഴ്സ് അങ്ങനെയുള്ള മുറിവുകള്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ മുറിവുകൾ വെച്ച് കൊണ്ടുവരുന്നത്. അതേപോലെ എന്താണ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നവരും അങ്ങനെ ഉണ്ടാവുമല്ലോ. അക്യൂട്ട് കണ്ടീഷനിലുള്ളവരുണ്ടാവുക അല്ലെ, മേജർ ആയിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പരിക്കുകളോ പറ്റിയവരുണ്ടാകാം. ചിലപ്പോ എന്താണ് മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കാം. അപ്പൊ കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സോർട്ട് ചെയ്യില്ലേ, തരം തിരിക്കില്ലേ, ക്രിട്ടിക്കൽ ഏരിയ ആണോ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണോ. അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചല്ലേ നമുക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ. ക്രിട്ടിക്കൽ പേഷ്യൻസിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ്, അത്രയും പരിചരണം, അത്രയും കെയർ നമ്മ മൈനർ ഇഞ്ചുറീസ് പറ്റിയവർക്ക് കൊടുക്കണോ? വേണ്ട അല്ലേ, വേണ്ട. അപ്പൊ അതെന്താണ്, ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഇങ്ങനെ തരം തിരിക്കുന്ന, സോർട്ട് ചെയ്യുന്ന ഏരിയയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? മേജർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണോ, മേജർ ആയിട്ടുള്ള പരിക്കുകളാണോ, മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ മുറിവുകളാണോ പറ്റിയിരിക്കുന്നത്, ചെറിയ ചെറിയ അസുഖങ്ങളാണ് അവർക്കുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ തരം തിരിക്കുന്ന ഏരിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ ട്രയേജിന്റെ അടിസ്ഥാനത്തില് നമ്മ ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്, 4th മൊഡ്യൂളിലൊക്കെ പഠിക്കാനുണ്ട്. നമ്മ ട്രയേജിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്താണ്, ക്രിട്ടിക്കൽ പേഷ്യൻസ് ഭയങ്കര ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ അവരെന്ത് റെഡ് ടാഗ് കൊടുക്കും. റെഡ് കളറിലെ ടാഗ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെ, ഒരു ടൈം ലാഗും കൂടാതെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമായി വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നവർക്ക് യെല്ലോ ടാഗ് ആണ് കേട്ടോ, പിന്നെ ഗ്രീന്, പിന്നെ ചില സമയത്ത് കൊണ്ടുവരുന്ന പേഷ്യൻസിൽ തന്നെ എന്താണ്, മരിച്ചവരുണ്ടാവാം അല്ലെ, അപകടങ്ങൾ പറ്റി ആക്സിഡന്റുകൾക്ക് പറ്റിയൊക്കെ കൊണ്ടുവരുന്നവര് മരിച്ചവരുണ്ടാവുമല്ലോ, മരണം സംഭവിച്ചവര്. അപ്പൊ അവർക്ക് ബ്ലാക്ക് കളർ ടാഗ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതിപ്പോ പഠിക്കാനുണ്ട്, ഇല്ല കേട്ടോ. അപ്പൊ എന്താണ്, കൊണ്ടുവരുന്നതിന്റെ പേഷ്യൻസിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തില് പേഷ്യൻസിനെ തരം തിരിക്കുന്ന, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവരെ തരം തിരിക്കുന്ന ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക് കേട്ടോ. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ട്രയേജ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, വെയിറ്റിംഗ് ഏരിയാസ് അല്ലെ. എന്താണ്, പേഷ്യൻസിനെ നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് അവരുടെ റിലേറ്റീവ്സ് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് അല്ലെ, വെയിറ്റ് ചെയ്യാനുള്ള. അപ്പൊ വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് അല്ലെ. എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടായിരിക്കും അല്ലെ. ഈ കൊണ്ടുവന്ന പേഷ്യൻസിന്റെ കാര്യങ്ങൾ, അവരുടെ എന്താണ് ഫയൽ ഓപ്പൺ ചെയ്യണം, അവർക്ക് വേണ്ട ഫീസ് എടുക്കണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്, റെസൂസിറ്റേഷൻ ഏരിയ. കേട്ടിട്ടുണ്ടോ റെസൂസിറ്റേഷൻ ഏരിയ? ലൈഫ് സപ്പോർട്ടുകൾ കൊടുക്കില്ലേ,
പുനരുജ്ജീവന ഏരിയാസ് അല്ലെങ്കിൽ പുനരുത്തേജന ഏരിയാസ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? പുനരുജ്ജീവന അല്ലെങ്കിൽ പുനരുത്തേജന ഏരിയാസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാല് നമ്മൾ ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ ആക്സിഡന്റ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോ ചിലപ്പോ ഹാർട്ട് പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവരെ പെട്ടെന്ന് ലൈഫ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് CPR ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ എന്താണ് ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ബ്ലീഡിങ് ഭയങ്കര ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണ്ടേ? ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യില്ലേ? ഗുരുതരാവസ്ഥയില് അല്ലെങ്കിൽ ഗുരുതര പരിക്കുകൾ പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഉടനടി ജീവൻ രക്ഷിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾക്കായുള്ള ഒരു ഏരിയാസ് ആണ് റെസൂസിറ്റേഷൻ ഏരിയാസ്. ഇപ്പൊ നമ്മ എന്താണ് CPR കൊടുക്കുക അല്ലെ? അല്ലെങ്കിൽ എന്താണ് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫിബ്രിലേറ്റേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് തന്നെ കൊടുക്കുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് എന്താണ് ഇലക്ട്രിക് പൾസ് ഇലക്ട്രിക് കിടത്തി വിട്ടിട്ട് കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ മൂവീസിലൊക്കെ കാണിക്കുന്നത് ഹാർട്ടമ്മ വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഹാർട്ട് ചെസ്റ്റിൽ വെച്ചിട്ട് നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ഇലക്ട്രിക് പൾസ് കൊടുത്തെങ്ങാണ്ട് എന്താണ് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ ഡിഫിബ്രിലേറ്റേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തണ്ടേ? ആ പേഷ്യന്റിനെ പെട്ടെന്ന് നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷമാണ് അല്ലെ? അതിനുശേഷമല്ലേ അവർക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ? ആണോ? CPR നമ്മ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷമല്ലേ ബാക്കി അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് അല്ലെ നമ്മ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് അല്ലെ ബാക്കി അവർക്കുള്ള ഫർദർ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജീവൻ അപകടത്തിൽപ്പെടുന്ന അസുഖങ്ങളുള്ളവരും അല്ലെങ്കിൽ പരിക്കേറ്റവർക്കും അവർക്ക് ഉടനടി ജീവൻ രക്ഷാ നടപടികൾ കൊടുക്കുന്നതിനുള്ള ഒരു ഏരിയാസ് ആണ് റെസൂസിറ്റേഷൻ ഏരിയാസ്. അപ്പൊ ആ റെസൂസിറ്റേഷൻ ഏരിയാസിൽ അതിനുവേണ്ടി ട്രെയിനിങ്ങുകൾ ലഭിച്ച അല്ലെ ഫസ്റ്റ് എയ്ഡിന് വേണ്ട അല്ലെങ്കിൽ CPR കൊടുക്കുന്നതിന് വേണ്ട ട്രെയിനിങ്ങുകൾ ലഭിച്ച സ്റ്റാഫുകളും അതിന് വേണ്ട എക്യുപ്മെന്റുകളൊക്കെ സജ്ജമായിരിക്കും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസ്. എന്താണ്? തീവ്ര പരിചരണ വിഭാഗം കേട്ടിട്ടുണ്ടോ? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസ് തീവ്ര പരിചരണ വിഭാഗം എന്ന് വെച്ചാല് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് പെട്ടെന്നുള്ള അല്ലെ നമ്മുടെ പെട്ടെന്ന് വരുന്ന അസുഖങ്ങളായിട്ടാണ് അല്ലെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ പരിക്കുകൾ പറ്റിയവരല്ലേ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്നത് അല്ലെ? അപ്പൊ പെട്ടെന്നുള്ള ഗുരുതരമായ രോഗങ്ങളോ പരിക്കുകളോ ഉള്ള രോഗികൾക്ക് ഗുരുതരമായ പരിചരണം നൽകുന്നതിനുള്ള ഇടമാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസ് അല്ലെ? പിന്നെന്താണ്? ആഘാതം, കഠിനമായ അസുഖം അല്ലെങ്കിൽ വിട്ടുമാറാത്ത അല്ലെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റാ അല്ലെ പരിക്കുകൾ പറ്റാ അങ്ങനെയുള്ളവയുടെ എന്താണ് വിപുലമായ അടിയന്തര സഹായങ്ങൾ അടിയന്തര സേവനങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിൽ നിന്ന് ലഭിക്കുന്നു. ഈ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് റെസൂസിറ്റേഷൻ ഏരിയാസ്. റെസൂസിറ്റേഷൻ ഏരിയാസിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആ ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനുള്ള പുനരുത്തേജനത്തിനുള്ള അല്ലെ പുനർജീവിപ്പിക്കുന്നതിനുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഒരു പരിചരണം മാത്രമാണ് നമുക്ക് റെസൂസിറ്റേഷൻസിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ സർവീസുകൾ കിട്ടണോ കാഷ്വാലിറ്റിയില്? വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഇടമാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഓക്കെ ആയോ?
എന്താണ് ബാക്കിയുള്ളവരെന്താ മിണ്ടാത്തെ? കുറച്ച് പേര് 3, 4, 5 പേര് പറയുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ മിസ് പറഞ്ഞത്? എല്ലാവർക്കും ഓക്കെ ആണോ? എന്നുവെച്ചാല് റെസൂസിറ്റേഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാല് ജീവൻ അപകടത്തിൽ പെടുന്ന പരിക്കുകളും എന്താണ് അസുഖങ്ങളും ഉള്ളവരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്ന ഇടം അല്ലെ റെസൂസിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, CPR കൊടുക്കുക, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പക്ഷെ അതിനുശേഷം അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമല്ലേ? ഡോക്ടേഴ്സിന്റെ സർവീസ് ആവശ്യമല്ലേ? അപ്പൊ അതിനുള്ള ഏരിയാസ് ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, തീവ്ര പരിചരണ വിഭാഗം. ഓക്കെ ആണോ? ഇവിടെ എന്താണ് ഇമ്മീഡിയറ്റ് കെയർ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസില് പേഷ്യൻസിന് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് അവർക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട്. പിന്നെ റെസൂസിറ്റേഷൻസ് ഏരിയാസ് ഇതിലാണ് വരുന്നത്. അതിന് വേണ്ട സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ട്രയേജിന്റെ അടിസ്ഥാനത്തില് ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. പേഷ്യൻസിനെ റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക് അല്ലെ. ബ്ലാക്കിൽ വരുന്ന പേഷ്യൻസ് എന്താണ് മരിച്ചവരാണ് അല്ലെ, ഡെഡ് കേസുകളാണ് അല്ലെ. അവർക്ക് പിന്നെ പരിചരണം വേണ്ടല്ലോ. അപ്പൊ ഈ ഡിഫറെന്റ് കാറ്റഗറൈസ് ആക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു അക്യൂട്ട് ഏരിയാസിന് ഡിഫറെന്റ് സോണുകളുണ്ട്. റെഡ് സോണ്, യെല്ലോ സോണ്, ഗ്രീൻ സോൺ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? കാഷ്വാലിറ്റി ആരും കേറിയിട്ടുണ്ടോ? കേറിയിട്ടുണ്ടോ? ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ട്രയേജ് നടത്തുന്ന ഏരിയാസ് ഇല്ല അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓ ക്ലിയർ ആയോ? അപ്പൊ ഇത് നെക്സ്റ്റ് പറയുന്നത് എന്താണ് കൺസൾട്ടേഷൻ ഏരിയാസ് അല്ലെ. ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ അല്ലെ. സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ. എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ ഫയലുകൾ ഉണ്ടായിരിക്കാം, മറ്റ് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അതർ ഏരിയാസ്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്? പ്രൊസീജിയർ റൂം അല്ലെ. എന്താണ് വലിയ നമുക്ക് വൂണ്ടുകള്, മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഡ്രസ് ചെയ്യണം അല്ലെ. വേണോ? ഡ്രസ് ചെയ്യണോ? പിന്നെ എന്താണ് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള എന്തെങ്കിലും സർജറീസ്, ഇപ്പൊ ഫ്രാക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ മൈനർ സർജറീസ് ഒക്കെ നടത്തുന്നതിനുള്ള ഏരിയാസ്. പിന്നെ അതൊക്കെയാണ് പ്രൊസീജിയർ റൂമിൽ വരുന്നത് കേട്ടോ. പിന്നെ അനസ്തേഷ്യ കൊടുക്കുക. പിന്നെ എന്താണ് നമുക്ക് ഡ്രസ്സിങ് ചെയ്യാം. നമുക്ക് വലിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡ്രസ് ചെയ്യുക. പിന്നെ എന്താണ് നമുക്ക് ഇഞ്ചക്ഷൻസ് തരാം, മൈനർ ആയിട്ടുള്ള സർജറീസ് നടത്താം. അതൊക്കെയാണ് പ്രൊസീജിയർ റൂമിന്റെ പ്രവർത്തനങ്ങള്. നെക്സ്റ്റ് പറയുന്നത് പ്ലാസ്റ്റർ റൂം അല്ലെ. നമുക്ക് ഫ്രാക്ചർ ഒക്കെ പറ്റിയിട്ടുണ്ട്, നമുക്ക് ആക്സിഡന്റ് പറ്റി, അപ്പൊ ഒരു ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് നമുക്ക് എക്സ്റേ എടുത്തപ്പോ നമ്മുടെ കാലിനോടി അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റർ ചെയ്യണം അല്ലെ. അപ്പൊ പ്ലാസ്റ്റർ റൂം ഉണ്ട്. നെക്സ്റ്റ് എന്താണ് കാഷ്വാലിറ്റിയിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്ത് കൊടുക്കണം? മരുന്നുകൾ കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ് ഫാർമസി ആൻഡ് ഡ്രഗ് പ്രിപ്പറേഷൻ അല്ലെ. എമർജൻസി മരുന്നുകളൊക്കെ ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഫാർമസി ആൻഡ് ഡ്രഗ് പ്രിപ്പറേഷൻ. പിന്നെ എന്താണ് ഐസൊലേഷൻ റൂം അല്ലെ. ഐസൊലേഷൻ റൂം നമുക്ക് നിപ്പ കൊറോണ ഒക്കെ വന്നപ്പോ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്താണ് സ്പെഷ്യലൈസ്ഡ് റൂമാണ് അല്ലെ. അല്ലെ സ്പെഷ്യലൈസ്ഡ് റൂം അല്ലേ. രോഗികളെ മറ്റുള്ളവരിൽ നിന്ന് അല്ലെ മാറ്റി താമസിപ്പിക്കുന്ന അല്ലെ. ഈ രോഗിയിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻസ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മാറ്റി താമസിപ്പിക്കുന്ന ഒരു റൂമിനെയാണ്, ഒരു സെപ്പറേറ്റ് റൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഐസൊലേഷൻ റൂം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയാസ് അല്ലെ.
അണുവിമുക്തമാക്കിയ ഏരിയാസ് അല്ലെ, നമുക്ക് കാണാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാനൊക്കെ പോകുന്ന ആ ഏരിയാസ് എങ്ങനെയാണ്? ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ആണ് അല്ലെ, അല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ അങ്ങനെയല്ലേ വരുന്നത്? അണുവിമുക്തമാക്കിയ ഏരിയ ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ എന്താണ് കാഷ്വാലിറ്റിയിലേക്ക് ആവശ്യമായിട്ടുള്ള കോട്ടൻസ്, ഡ്രഗ്സുകൾ അല്ലെ, എക്യുപ്മെന്റ്സുകൾ ഒക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? അപ്പൊ അതിനുള്ള സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി അല്ലെ. എന്താണ്? നമ്മ കാഷ്വാലിറ്റീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിച്ചതും നീറ്റ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. വൃത്തിയുള്ളതും വൃത്തിയില്ലാത്ത ഇപ്പൊ കോട്ടൺസ് ഉണ്ടാവും, സിറിഞ്ചസ് ഉണ്ടാവും അല്ലെ. സിറിഞ്ചസ് ഉണ്ടാവും, പിന്നെ ഡ്രഗുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കവറുകൾ ഉണ്ടാവും അല്ലെ, പേപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ എന്താണ്? രോഗികളെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബെഡ്ഷീറ്റുകൾ ഉണ്ടാവും അല്ലെ. ഒരു രോഗിക്ക് ഉപയോഗിച്ച ബെഡ്ഷീറ്റ് പിന്നെ ആർക്കെങ്കിലും ഉപയോഗിക്കോ? അടുത്ത പേഷ്യന്റ് വരുമ്പോ അത് മാറ്റൂല്ലേ? ആണോ? അപ്പൊ അങ്ങനെ ഉപയോഗിച്ചതും വൃത്തിയുള്ളതുമായ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? പിന്നെന്താണ്? ലിനൻ റൂംസ് അല്ലെ. എന്താണ്? നമുക്ക് കാഷ്വാലിറ്റിയിലെ ബെഡ്സിന് ആവശ്യമായിട്ടുള്ള പില്ലോ കവേഴ്സ്, ലിനൻസ് അല്ലെ, ബെഡ്ഷീറ്റുകള്, പിന്നെന്താണ്? പുതപ്പുകള്, കർട്ടൻസ് അല്ലെ, അതൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള ലിനൻ റൂംസുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? മൊബൈൽ എക്യുപ്മെന്റ് ലൈക്ക് ട്രോളി, വീൽ ചെയേഴ്സ് എക്സെട്ര അല്ലെ. എന്താണ്? നമ്മുടെ കാഷ്വാലിറ്റിയിൽ കിടക്കുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രോളീസ്, വീൽ ചെയേഴ്സ് ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. പിന്നെ മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് അല്ലെ. എന്താണ്? നമുക്ക് പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എക്സ്റേ എടുക്കാനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്? നമുക്കറിയാം മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ. പോർട്ടബിൾ ആയിട്ടുള്ള, മൂവബിൾ ആയിട്ടുള്ള അല്ലേ, മുന്തിക്കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിനല്ലേ ആ ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ക്ലീനേഴ്സ് റൂം. ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ ഒരു കാഷ്വാലിറ്റി ആ ഒരു ഏരിയാസ് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നതിനുള്ള ടാസ്കുകൾ ഉണ്ട് അല്ലെ. തുടയ്ക്കണം അല്ലെ, വൃത്തിയാക്കണം അല്ലെ, ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ്? ക്ലീനിങ് എക്യുപ്മെന്റുകള്, ക്ലീനിങ് ട്രോളീസ്, ലിക്വിഡ്സുകള്, ബക്കറ്റ്സുകളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയാസ്, മോപ്സുകള് അല്ലെ, മോപ്പുകള് ഒക്കെ സൂക്ഷിക്കാൻ ഒരു ഏരിയ വേണ്ടേ? നമ്മൾ ഡ്രഗുകൾ സൂക്ഷിക്കുന്ന ഏരിയാസിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ് സൂക്ഷിക്കുന്ന ഏരിയാസിൽ കൊണ്ടുപോയി ഇത്തരം ലിക്വിഡ്സുകളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലീനേഴ്സ് റൂമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഫിഫ്ത് പോയിന്റ് പറയാം കേട്ടോ. ഡീകണ്ടാമിനേഷൻ ഏരിയാസ്, അണുവിമുക്തമാക്കിയ ഏരിയാസ്. അണുവിമുക്തമാക്കിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റിന്റെ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻസ് ആവാതിരിക്കണമല്ലോ. നമ്മ വാക്സിനേഷൻ എടുക്കുമ്പോൾ അങ്ങനെയാണ് അല്ലെ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ള അണുവിമുക്തമാക്കിയ ഏരിയ നമ്മുടെ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പേഷ്യന്റ് ഫ്ലോ. ഒരു കാഷ്വാലിറ്റിയില് ഒരു പേഷ്യന്റിനെ എൻട്രി ചെയ്തത് മുതൽ അവരവിടെ നിന്ന് പുറത്തു പോകുന്നത് വരെ അവര് ആ ഒരു ഫ്ലോ, അവര് ആ ഒരു പേഷ്യന്റ് ഫ്ലോ എങ്ങനെയായിരിക്കും, നീങ്ങുന്നത് എങ്ങനെയായിരിക്കും. അപ്പൊ നോക്കി, ഫസ്റ്റ് എന്താണ് മിസ് പറഞ്ഞ? ട്രയേജ് കൊടുക്കുക അല്ലെ. നമ്മ ആ ഒരു പേഷ്യന്റിനെ തരംതിരിക്കും അല്ലെ. അവരെ കണ്ടീഷൻ എങ്ങനെയാണ്, അക്യൂട്ട് ആണോ, മേജർ ആണോ, മൈനർ ആണോ അല്ലെ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടതുള്ളൂ അല്ലേ? ആണോ? അപ്പൊ എന്താ
triage. First തന്നെ എന്താണ് triage? All patients should be triaged through a single point. നമുക്ക് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന എല്ലാ പേഷ്യൻസിനും ട്രയേജ് കൊടുക്കുന്നത്, അതായത് അവരെ സോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്, അവരെ ഓരോ ഏരിയാസിലേക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റിന് വേണ്ടി തിരിക്കുന്നത് ഒരൊറ്റ പോയിന്റിൽ നിന്നാണ്, ഒരൊറ്റ സിംഗിൾ ഏരിയാസിൽ നിന്നാണ്. നെക്സ്റ്റ് പറയുന്നത് എയിം ഓഫ് ട്രയേജ് ഈസ് ടു സോർട്ട് പേഷ്യൻസ് ഫോർ പ്രൊവൈഡിംഗ് optimum care consistent with their medical need and ensuring efficient utilization of available resources. അല്ലെ, എന്താണ് രോഗികൾക്ക് അവരുടെ മെഡിക്കൽ ആവശ്യത്തിന് അനുസൃതമായിട്ട് അല്ലെ എന്താണ് കെയർ നൽകുന്നതിന് കാര്യക്ഷമവും അവിടെയുള്ള റിസോഴ്സുകൾ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ട്രയേജിന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ അക്യൂട്ട് ആണ് അല്ലെ, ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള പരിചരണം കിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേണ്ട പരിചരണങ്ങൾ കിട്ടോ, ഒപ്റ്റിമം കെയർ അല്ലേ ആണോ? ആണ്. കൂടാതെ എന്താണ് നമ്മ പെട്ടെന്ന് ആ ഒരു റിസോഴ്സുകൾ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള റിസോഴ്സുകൾ നമ്മ ആദ്യം ആർക്കായിരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നത്? ക്രിട്ടിക്കൽ പേഷ്യൻസിനായിരിക്കും അല്ലെ. മൈനർ പേഷ്യൻസിനെ ഉപയോഗിക്കാൻ നോക്കോ? എമർജൻസി ഡ്രഗ്സുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ മൈനർ പേഷ്യൻസിന് യൂസ് ചെയ്യാൻ നോക്കോ? ഇല്ല. ആർക്കായിരിക്കും? ക്രിട്ടിക്കൽ പേഷ്യൻസിനായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള എന്താണ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ പ്രൊവൈഡിങ് ഒപ്റ്റിമം കെയർ അല്ലെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നതിന് മെഡിക്കൽ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പേഷ്യന്റിനെ തരം തിരിക്കുക എന്നുള്ളതാണ് ട്രയേജിന്റെ ലക്ഷ്യം. ഓക്കെ ആണോ? നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ പേഷ്യന്റിനെ നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എൻറ്റർ ചെയ്ത് അവർക്ക് വേണ്ട ട്രയേജ് കൊടുത്ത് അവരെ തരം തിരിച്ച് അവരെ ഒരു ഏരിയാസിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? നമ്മളോട് ഒരു റിസപ്ഷനിൽ ചെന്ന് ഇതെടുക്കാൻ പറയും അല്ലെ. ഫസ്റ്റ് നമ്മ ചെല്ലുമ്പോ തന്നെ റിസപ്ഷനിലേക്ക് ഓടും. ഒരു ആക്സിഡന്റ് പറ്റിയ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ തന്നെ നമ്മ റിസപ്ഷനിലേക്ക് ഓടും. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് ഇല്ല അല്ലെ. ആദ്യം നമ്മ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി കാഷ്വാലിറ്റിയിലേക്ക് എൻറ്റർ ചെയ്തതിന് ശേഷമാണ് അല്ലെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നോക്കിയേ, റിസപ്ഷൻ ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ് അല്ലെ. എന്താണ് അടുത്ത പ്രവർത്തനം? നമ്മുടെ ട്രയേജുമായിട്ട് ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ. നല്ല അടുത്ത ഒരു റിലേഷൻഷിപ്പ് ആണ് എന്താണ് നമ്മുടെ റിസപ്ഷൻ അല്ലെ. എന്താണ് ട്രയേജിൽ കൊണ്ടുപോയി നമ്മ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അവർക്ക് ട്രയേജ് കൊടുത്ത് നെക്സ്റ്റ് ആണ് നമ്മ എന്ത് കൊടുക്കുന്നത്? എവിടേക്ക് പോകുന്നത്? റിസപ്ഷനിൽ ചെന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നത്. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദി ക്ലറിക്കൽ സ്റ്റാഫ്. എന്താണ് നമ്മൾ ട്രയേജ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ക്ലറിക്കൽ സ്റ്റാഫ് ആ ഒരു പേഷ്യൻസിന്റെ എന്താണ് ഡീറ്റെയിൽസ് അല്ലെ സോഷ്യൽ ഡാറ്റാസ് ഒക്കെ വന്ന് കളക്ട് ചെയ്യില്ലേ, പേര്, ഏജ്, സെക്സ്, അഡ്രസ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റീസ്ഡ് ഓർ ദ ഓൾഡ് വൺ റിട്രീവ്ഡ് അല്ലെ. എന്നിട്ട് അതിനുശേഷം നമ്മുടെ കളക്ട് ചെയ്തതിനു ശേഷം നമുക്ക് പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുകയോ അതല്ലെങ്കിൽ എന്താണ് ചിലപ്പോ ആ ഒരു പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കാം അല്ലെ. മുൻപ് അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഓൾഡ് മെഡിക്കൽ റെക്കോർഡുകൾ വീണ്ടെടുക്കുകയോ ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. പേഷ്യൻസ് മേ ബി ഡയറക്റ്റഡ് ടു റെസോസിറ്റേഷൻ ഏരിയാസ്, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസ്, കൺസൾട്ടേഷൻ ഫാസ്റ്റ് ട്രാക്ക് ഏരിയാസ്,
മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയാസ് എമർജൻസി ട്രീറ്റ്മെന്റ് ഈസ് ഇനീഷ്യേറ്റഡ്. എന്ത് ചെയ്യും? നമ്മൾ ട്രയേജ് മിസ് പറഞ്ഞു സോർട്ട് ചെയ്തതിന് ശേഷം അല്ലെ അവരെ തരം തിരിച്ചിട്ട് നമ്മ അവരെന്ത് ചെയ്യും? അവർക്ക് അർജന്റ് ആയിട്ടുള്ള ഏത് കെയർ ആണ് ആവശ്യമുള്ളത് അങ്ങോട്ട് നമുക്ക് മാറ്റൂല്ലേ, ഷിഫ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ എന്തേ patient may be directed to അല്ലെ നമ്മൾ ട്രയേജ് കൊടുത്തതിന് ശേഷം അവിടെ എന്താണ് ചിലപ്പോ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി റെസിസിറ്റേഷൻ ഏരിയാസ് അതല്ലെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്, തീവ്ര പരിചരണമാണ് അവർക്ക് കൊടുക്കേണ്ടതെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് അതല്ലെങ്കിൽ കൺസൾട്ടേഷൻ അല്ലെ ഡോക്ടർ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് സ്കാനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മെഡിക്കൽ ഇമേജിംഗ് ഏരിയാസിലേക്കൊക്കെ എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു, മാറ്റുന്നു. ക്ലിയർ ആയോ? അവരെ ട്രയേജ് കൊടുത്ത് മറ്റേ അവരെ റിലേറ്റീവ്സ് റിസപ്ഷൻ ചെയ്യുന്ന അവരെ റെക്കോർഡ് ഓപ്പൺ ചെയ്തു. എന്താണ് ട്രയേജ് കൊടുത്തതിന് ശേഷം പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഏത് ട്രീറ്റ്മെന്റ് ഏത് പരിചരണം ആണ് ആവശ്യം അതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് റീവാലുവേഷൻ അല്ലെ നമുക്ക് അവർക്ക് റെസിസിറ്റേഷൻ കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് നമുക്ക് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തു. അതിനുശേഷം എന്താണ് ഡോക്ടർ വന്ന് കുറച്ചൊരു സമയം ഒരു പർട്ടിക്കുലർ ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും അവർ വന്ന് വിലയിരുത്തും അല്ലെ ഡോക്ടർ. ഇപ്പൊ നമുക്ക് തന്നെ ചിലപ്പോ അസഹ്യമായിട്ടുള്ള വയറുവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകും അല്ലെ, കാഷ്വാലിറ്റിയിലേക്ക്. ആണോ? ഇല്ലേ? ആണ്. അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ വന്നാലേ നമ്മുടെ പ്രാഥമിക ഒരു ഇനീഷ്യൽ ഇവാലുവേഷൻ നടത്തി എന്താണ് നമ്മൾ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ചിലപ്പോ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു മരുന്നൊക്കെ തന്നിട്ട് അല്ലേ അങ്ങനെയല്ലേ ഒരു വിലയിരുത്തൽ നമ്മൾ അസസ് ചെയ്തതിന് ശേഷം അല്ലെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ചു നേരം നമ്മൾ അവിടെ കിടത്തിയതിന് ശേഷം ഡോക്ടർ വീണ്ടും വന്ന് നമ്മളെ പരിശോധിക്കുമല്ലോ, റീഇവാലുവേഷൻ നടത്തും അല്ലെ. എന്താണ് ആ ഒരു ഇഞ്ചക്ഷൻ തന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു മരുന്ന് തന്നതിന് ശേഷം എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ടീഷൻ, വേദന പെയിന് കുറഞ്ഞിട്ടുണ്ടോ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരാള് ബെറ്റർ ആയി ആ ഒരു വേദന ചിലപ്പോ നമുക്ക് ഗ്യാസ് ഒക്കെ അടിച്ചു കയറി കഴിഞ്ഞാൽ അസഹ്യമായിട്ടുള്ള വയറുവേദന വരാൻ സാധ്യതയുണ്ട് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു പെയിൻ ആണെങ്കിൽ പിന്നെ അവരവിടെ കിടത്തണോ? ആ ഒരു ഗ്യാസിന്റെ മരുന്ന് കൊടുത്ത് ആ ഒരു വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കിടത്തണോ? വേണ്ട അല്ലെ. അപ്പൊ നോക്കിയേ ഇതില് പറയുന്നത് റീവാലുവേഷനിൽ പറയുന്നത് എന്താന്ന് നോക്കിയേ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ will re-evaluate patient condition after treatment and assesses test result because the result may be given additional insight into type of treatment you need. എന്താണ് നമ്മുടെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ വന്നിട്ടുണ്ട് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനിലെ റീവാലു ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ആൻഡ് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും പിന്നെ അവർക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ അഡീഷണൽ ഇൻസൈറ്റിന് വേണ്ടിയിട്ട് അല്ലെ അവരെ കുറിച്ച് ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ എക്സ്റേ ECG അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേഷ്യന്റിനെ വന്ന് ഫിസിഷ്യന് രണ്ടാമത് റീഇവാലുവേറ്റ് ചെയ്യുന്നു, രണ്ടാമത് ചെക്കപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? പേഷ്യൻസിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ കൊടുത്തു, അതല്ലെങ്കിൽ അവർക്ക് എന്താണ് ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് കൂടുതൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട്. ചിലപ്പോ ഹാർട്ടിന് പ്രോബ്ലം ആണെങ്കിൽ എന്തെടുക്കും? ECG എടുക്കും അല്ലെ. ചിലപ്പോ എന്താണ് ബ്ലഡ് ടെസ്റ്റ് ഡ്രോപ്പ് 5 ടെസ്റ്റ് ചെയ്യിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അതിന്റെ റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യന്റിനെ വന്ന് വീണ്ടും ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നു. അതാണ് റീഇവാലുവേഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് ഡിസ്ചാർജ് അല്ലെ. എന്താണ്? ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ ഒക്കെ കൊടുത്തതിന് ശേഷം എന്താണ് പേഷ്യന്റ് സ്റ്റേബിൾ ആയില്ലേ.
അവര് റിക്കവറി ആയി ഓക്കെ ആയാൽ അവര് എന്ത് ചെയ്യും? അവരെ ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണ്? ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു റിമൂവ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. എന്താണ്? പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, അവര് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, അവര് ഓക്കെ ആയി കഴിഞ്ഞാല് അവരെ അവിടെ നിന്ന് റിമൂവ്, ആ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഓൾ പേഷ്യന്റ് റിസീവ് റിട്ടേൺ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് ടു ഫോളോ വെൻ ഡിസ്ചാർജ് അല്ലെ. എന്താണ്? ആ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ്? റിട്ടേൺ ആയിട്ടുള്ള ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, വീട്ടിൽ ചെന്നാല് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ഇഫ് നീഡഡ്. ചിലപ്പോ എന്താണ്? പേഷ്യന്റിന് അപ്പൊ സ്റ്റേബിൾ ആയില്ലേ, പക്ഷെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും? കാർഡിയോളജി ഡോക്ടറിനൊക്കെ റെഫർ ചെയ്യുമല്ലോ. ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മുടെ കാർഡിയോളജി ഡോക്ടർക്ക് റെഫർ ചെയ്യില്ലേ? ചെയ്യോ? ഇപ്പൊ നമ്മൾ നെഞ്ചുവേദന ആയിട്ടാണ് പോയത്, ആ ഹാർട്ട് ചെസ്റ്റ് പെയിൻ ആയിട്ടാ പോയത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ECG ഒക്കെ എടുക്കും അല്ലെ, ECG എടുക്കും, ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, എന്തെങ്കിലും പ്രോബ്ലംസ് അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഷ്വാലിറ്റിയിൽ തന്നെയായിരിക്കോ ഫർദർ ട്രീറ്റ്മെന്റ് തരുന്നത്? ആയിരിക്കോ? അല്ല അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ട് അല്ലെ, കാർഡിയോളജി ഡോക്ടർ. ആളെ റെഫറൽ ചെയ്യില്ലേ? അപ്പൊ എന്താണ്? റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ഈസ് ഇഫ് നീഡഡ് അല്ലെ. ഒന്നില്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് നമുക്ക് റെഫറൽ ആവശ്യമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ റെഫറൽ ചെയ്യുന്നു. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ റെഫറൽ ചെയ്യുന്നു. അതല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് റെഫറൽ ആവശ്യമില്ല, അവരെന്താണ്? ആ ഒരു കാഷ്വാലിറ്റിയിലെ ട്രീറ്റ്മെന്റ് കൊണ്ട് അവര് ഓക്കെ ആയി, അവർക്ക് ഇനി ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യമില്ലെങ്കിൽ അവർക്ക് റെഫറൽ നൽകുന്നില്ല. ഓക്കെ ആണോ? റെഫറൽ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലും പേഷ്യന്റിന്റെ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലുമാണ് ആവശ്യമായി വരുന്നത്. ഓക്കെ ആണോ ഇത്രയും ഭാഗം? ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് ഇന്ന് എടുത്ത ഭാഗം വരെ ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് സെക്ഷൻ മിസ് എടുത്താല് എത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. വായിച്ചു നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ. ഓക്കെ ആണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ്സിന് നെക്സ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സസ് ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. അപ്പൊ അത് മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.